വർഷകാലമായാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതം പിടിച്ചൊരു കാലമാണ്. കുറേ മാസങ്ങളായി നാട്ടികയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറവ് മൂലം അവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ കനത്ത മഴ വന്നതോടുകൂടി വീട്ടിലും താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്. നേരെ പെരയുടെ മേലെന്ന് വീണിട്ട് അകത്ത് കണ്ട് കയറിപ്പോയി. ഇതിലിപ്പോ അകത്തേക്ക് ഈ വാതില് ഇന്നെ വേണ്ട പാമ്പിൽ കയറാന് ഏത് സൈഡിൽ കൂടെയും കയറാം. കണ്ടാ ഇതിന്റെ ഉള്ളിലാണ് ഞാനും ഈ 3 മക്കളും കിടന്നുറങ്ങുന്നത്. പിന്നെ ഈ ചെറിയ പാമ്പിന്റെ ഭയങ്കര ശല്യമാണ്. ഈ 3 ഇട്ടെടുക്കും. പിന്നെ ഇവിടുന്ന് വടക്കോട്ടും തെക്കോട്ടും അതന്നെ അവസ്ഥകൾ. ഒരു തുള്ളി വെള്ളം വെള്ളം കെട്ടി നിൽക്കണുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ല. ഒരു തുള്ളി വെള്ളം തെക്കോട്ടും വടക്കോട്ടും പോക്കില്ല. നാട്ടിക മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളുടെ അവസ്ഥയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സ്യലഭ്യത തീരെ കുറഞ്ഞത് ഒരു പ്രശ്നം. അതിനോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് മറ്റു പ്രധാന പ്രശ്നം. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നമാണ്. വെള്ളം എന്ന് പറയുമ്പോൾ ഈ മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ ഈ മേഖലയെ ആകെ തന്നെ വെള്ളക്കെട്ടിലാകും. ഇവിടുത്തെ കാര്യങ്ങൾ ജയബാലേട്ടൻ കൃത്യമായിട്ട് പറയും. ജയബാലേട്ട, ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് ശരിക്കും? മഴ പെയ്തു കഴിഞ്ഞാൽ നാഗദേവത ക്ഷേത്രം തുടങ്ങി പള്ളം ബീച്ച് വരെ ഈ 2 സൈഡിലുള്ള വീട്ടിലുള്ള ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം ഒഴുകി പോകുന്നില്ല. ഇതിനാണ് ശാശ്വത ഒരു പരിഹാരം കാണേണ്ടത് സർക്കാർ. പിന്നെ ഇപ്പൊ ലൈഫ് പദ്ധതി 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ മേഖലയിൽ ഈ ഒരു തോടാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവിടുത്തെ പറയുന്നത്. ഇവിടെ എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ 200 വീട്ടുകാരുണ്ട്. ഈ തോടിന്റെ സൈഡിലുള്ള വീടുകൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇതിപ്പോ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് വെള്ളം ഒഴുകി പോകുന്നില്ല. വെള്ളം ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഇനിയിപ്പോ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഉയർന്നു വരിക, വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും ഒക്കെ പോവുക എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ നാട്ടുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വെള്ളക്കെട്ട് ഞാൻ ഇപ്പോഴാണ് ഞങ്ങൾ ഈ വീട് കയറ്റിയത്. 35 കൊല്ലമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വെള്ളം ഞങ്ങളുടെ വീടിന്റെ അകത്ത് വെള്ളമാണ്. ഇന്ന് വരെ ഗവൺമെന്റിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ കാനേന്ന് വെള്ളം പോകൂല. അപ്പൊ ആ വെള്ളം നിറയും. എന്താ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ തരില്ല. എന്താ ഇപ്പൊ ഓർന്നപ്പോ ഒന്ന് ദൈവമാണ്. ഇതിപ്പോ ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അങ്ങോട്ട് അടിച്ചു ബാത്റൂമിൽക്കൊക്കെ വെള്ളം, അടുപ്പില് വെള്ളം ചൂടാക്കാൻ തരയില്ലാണ്ട് കുളിക്കാൻ. ഞങ്ങൾ 2 ആളും വയ്യാത്ത ആൾക്കാരാണ്. വെള്ളം ചൂടാക്കാൻ തരയില്ലാണ്ട്. അപ്പൊ ഞാൻ കുറെ കാലങ്ങളായിട്ട് വന്ന് ഈ വെള്ളം ഒന്ന് പോകാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കി തരാം. മത്സ്യലഭ്യതയുടെ പ്രശ്നം മാത്രമല്ല ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത്. അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതി. അതിനെക്കുറിച്ചാണ് നാട്ടികയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.